ചങ്ങായിമാർ, ഇന്നത്തെ മെയിൻ വിവാദ വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ സീരിയൽ നടി റിനീഷ റഹ്മാൻ ആറ്റുകാൽ പൊങ്കാലൊക്കെ പോയിട്ട് പൊങ്കാലിട്ടതാണ്. ഒരു മുസ്ലിം സ്ത്രീയായ റിനീഷ റഹ്മാൻ പൊങ്കാലിട്ടതിന്റെ പേരിൽ അവർക്കെതിരെ ഭയങ്കരമായ സൈബർ അറ്റാക്ക് നടക്കുന്നു. ആ സംഭവത്തെ നമ്മുടെ സംഖ്യയിലുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് പൊക്കിപ്പിടിച്ച് മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഞാനിവിടെ അൻസാരി ഉസ്താദ് ആ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ സംഭവം ഞാനിവിടെ വെക്കുന്നു. ഈ കാര്യം അൻസാരി ഉസ്താദ് പറഞ്ഞതാണെങ്കിലും എന്റെ കൂടി അഭിപ്രായമായിട്ടാ കൃത്യമായിട്ട് അൻസാരി ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. ഈ അഭിപ്രായം ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം, ഇഷ്ടപ്പെടാത്തവരുണ്ടാകാം. എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെക്കുന്നത് താല്പര്യമുള്ളവർ കാണുക. ഹലോ, ഇന്നലെ ഞാനൊരു പൊങ്കാല ഇട്ടു. നമ്മുടെ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തില് അമ്മയ്ക്ക് വേണ്ടി ഒരു പൊങ്കാല ഇട്ടു. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഒരു 10 ദിവസം മുന്നേ നോമ്പിന്റെ ഇനീഷ്യൽ ടൈമില് ഒരു ചേച്ചിയുടെ, അവർക്ക് ഒരു ഹിന്ദു ഫാമിലിയിലുള്ള ഒരു ചേച്ചിയാണ്, അവര് ഒരു വീഡിയോ ചെയ്തു. അവരുടെ ലൈഫിലെ ഫസ്റ്റ് നോമ്പാന്ന് പറഞ്ഞിട്ട് അവരുടെ കമന്റ്സ് നോക്കുമ്പോൾ ഇതായിരിക്കണം നമ്മുടെ കേരളം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പോസിറ്റീവ് കമന്റ്സ് ആണ് എല്ലാവരും. ഒരു നെഗറ്റീവ് പോലും ഞാൻ കണ്ടില്ല. പക്ഷെ ഒരു 10 ദിവസത്തിന് ഇപ്പുറം ഞാനൊരു പൊങ്കാല ഇട്ടപ്പോ എന്തിനാണ് ഇത്രയും നെഗറ്റിവിറ്റി? ഒരാളെ കുത്തി നോവിക്കാനോ മോഷ്ടിക്കാനോ കുത്തിപ്പറിക്കാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല. ഈ വർത്തമാനകാലത്ത് മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറഞ്ഞാൽ ഒരുപറ്റം ഫേസ്ബുക്ക് ആംഗ്ലമാരാണ്. അവർ ഇൻസ്റ്റാഗ്രാമിലും അരങ്ങുവാഴുന്നവരാണ്. ഇവരെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറഞ്ഞാൽ ഉടുക്കാത്തവരെ ഉടുപ്പിക്കുക, തട്ടമിടാത്തവരെ തട്ടമിടിപ്പിക്കുക, നിസ്കരിക്കാത്തവരെ നിസ്കരിപ്പിക്കുക. ഇവർക്ക് മതം എന്ന് പറഞ്ഞാൽ ഒരുതരം വികാരം മാത്രമാണ്. എടാ പൊന്നുമോനെ, നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ ഭാര്യയും മക്കളും നിന്റെ ഉമ്മയൊക്കെ നിസ്കരിക്കുന്നുണ്ടോ, അവർ അമൃത്ത് മറക്കുന്നുണ്ടോ നോക്ക്. ഇത് നിന്റെ ബാധ്യതയാണ്. അല്ല, നാട്ടിലുള്ള പെണ്ണുങ്ങൾ മുഴുവൻ എങ്ങനെ ജീവിക്കണമെന്ന് പറയൽ നിന്റെ ബാധ്യതയല്ല. അവർ ധാർമ്മികമായിട്ട് ജീവിക്കുന്നുണ്ടോ, നിനക്ക് ഉപദേശിക്കാം. അത് മാന്യമായ ഭാഷയിലാവണം. ഏതെങ്കിലും പെണ്ണ്, ഈ റനീഷ റഹ്മാനെയൊക്കെ ആർക്കറിയാം? ഇന്നിപ്പോ അവരുടെ നാട് മുഴുവൻ എല്ലാവരും അറിഞ്ഞില്ലേ? ആർക്കറിയാം? അവരൊരു സിനി ആർട്ടിസ്റ്റാണ്, അവർ വ്ളോഗറാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലതരത്തിലുള്ള കണ്ടന്റോ അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടണം. അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതിന് അവരെ പോയി കമന്റ് ബോക്സിൽ ആക്ഷേപിക്കുക, ഇതൊക്കെ പറയാൻ നമ്മളാരാ? ഇന്ത്യ മഹാരാജ്യത്ത് ആർക്കും എങ്ങനെയും ജീവിക്കാം, അതിനുള്ള പൗരസ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അള്ളാഹു തആല കൊടുക്കാത്ത ഹിദായത്ത് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ കഴിയുമോ? അള്ളാഹു കൊടുക്കാത്ത ഈമാന്റെ മാധുര്യം നമുക്ക് ആർക്കെങ്കിലും വകവെച്ച് കൊടുക്കാൻ പറ്റുമോ? മറ്റൊരാൾക്ക് പകർത്തി കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഒരാളുടെ ഹൃദയത്തിൽ ഈമാന്റെ മാധുര്യമയൊക്കെ അനുഭവിക്കാൻ കഴിഞ്ഞാൽ അയാളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അയാളുടെ വിശ്വാസത്തിൽ നിന്ന് ഒരു പടി, ഒരു ചാൺ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കത്തില്ല. അതോടൊപ്പം തന്നെ അയാളുടെ വിശ്വാസം അത്യന്തികമായി ശരിയാണെന്ന് ഉൾക്കൊള്ളലോടുകൂടി തന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരെ അവഹേളിക്കാതെ അവരെ പൗരസ്വാതന്ത്ര്യങ്ങളും മതസ്വാതന്ത്ര്യങ്ങളും വകവെച്ചു കൊടുക്കും. ഇതാണ് യഥാർത്ഥ മതേതരത്വം. ഇന്നത്തെ കാലത്ത് കാപട്യ മതേതരത്വത്തിന്റെ കാലമാണ്. അതായത് ഒരു മുസ്ലിയാര് അയാൾ മതേതര വിശ്വാസിയാകണമെങ്കിൽ അമ്പലത്തിൽ പോയി ക്ഷേത്രത്തിൽ പൂജാരിക്കൊപ്പം കയറണം. പൂജാരി മതേതര വിശ്വാസിയാകണമെങ്കിൽ അയാൾ പള്ളി വരണം. പള്ളിയിൽ അച്ഛനാണെങ്കിലോ ഈ രണ്ട് സ്ഥലത്ത് മാറാം, എങ്കിലും മതേതരത്തിൽ വിശ്വാസിയാകും. അങ്ങനത്തെ ഒരു കാപട്യ മതേതരത്വമായി എന്നെ സംബന്ധിച്ചുള്ള എന്റെ വ്യക്തിപരമായ നിലപാട് പറയാം. ഈ രാജ്യത്തിന്റെ പകുതി എനിക്ക് പതിച്ചു തരാമെന്ന് പറഞ്ഞാലും ഞാൻ എന്റെ വിശ്വാസത്തിൽ നിന്ന് അരമണി അങ്ങോട്ടോ ഇങ്ങോട്ടും ചലിക്കത്തില്ല എന്ന് മാത്രമല്ല ഒന്നിനോട് രാജിയാകാൻ തയ്യാറല്ല. എന്നാൽ എന്റെ സഹോദര സമുദായത്തിൽപ്പെട്ടവന്റെ ഓണം വന്നാൽ അവനിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും. ക്രിസ്മസ് വന്നാൽ അവനിക്ക് സഹായം ചെയ്തു കൊടുക്കും. ഇവിടെ എത്രയോ ആളുകൾ ഈ പലരുടെ മുമ്പിൽ വരുന്നു, പലതരത്തിലുള്ള വിശ്വാസികൾ. അപ്പൊ അവരെയൊക്കെ നമ്മൾ സഹായിക്കുകയല്ലേ, അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയല്ലേ? അപ്പൊ അതാണ് യഥാർത്ഥ മതേതരത്വം. ഒരു മനുഷ്യനെയും മതത്തിന്റെ പേരിൽ ഒരു നന്മയും അവർക്ക് വിലങ്ങുതടിയാകാൻ പാടില്ല, അവൻ ഒഴിവാക്കാൻ പാടില്ല. ഇതാണ് യഥാർത്ഥ മതേതരത്വം. അല്ലാതെ അവന്റെ ആചാരങ്ങളും ഇവന്റെ ആചാരങ്ങളും പരസ്പരം പങ്കുവെക്കലല്ല. അപ്പൊ റനീഷ റഹ്മാൻ ഇഷ്ടമുള്ളതനുസരിച്ച് ജീവിക്കാനുള്ള പൗരസ്വാതന്ത്ര്യം രാജ്യത്തുണ്ട്. അവരെ നന്നാക്കാൻ പോണ്ട ബാധ്യത നിങ്ങൾക്കില്ല. മോശമായ കമന്റ് ഇട്ട് എന്തിനാണ് അവരെ ആക്ഷേപിക്കുന്നത്? ഇതൊരു തരം വികാരമാണ്. മതം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വികാരമല്ല. മതം എന്ന് പറഞ്ഞാൽ നസീഹത്താണ്, സതുപദേശമാണ്. ആരെങ്കിലും അവർ തിന്മയിൽ പോകുന്നുണ്ടെങ്കിൽ, തെറ്റായ വഴി പോകണമെങ്കിൽ മാന്യമായി ഉപദേശിക്കുക. അല്ലെങ്കിൽ തന്നെ ചോദിക്കട്ടെ, ഇവിടെ നന്നാക്കാൻ എത്ര മനുഷ്യരുണ്ട്? അവരെ ആരെ നന്നാക്കണ്ടെങ്കിൽ? ഞാൻ ഇന്നലെ മണ്ണഞ്ചേരി ഇങ്ങോട്ട് വരുമ്പോൾ ഈ പരിശുദ്ധമായ റമദാൻ മാസമായിട്ട് ഒരു മുസ്ലിം പെണ്ണ് പർദ്ദ ധരിച്ചുകൊണ്ട് അവർ ലോട്ടറി വിൽക്കുകയാണ്. അവരുടെ നിസ്സഹായത കൊണ്ടാണ്. ഞാൻ അവരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഭർത്താവില്ലാത്ത സ്ത്രീയെ 3 പെൺമക്കളാണ്. അവർക്ക് വേറൊരു വഴിയില്ല. എന്നാൽ ഈ ലോട്ടറി ടിക്കറ്റ്, ഹറാമായ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ ആക്ഷേപിക്കാൻ നമ്മളൊക്കെ തയ്യാറല്ലേ? നമ്മളൊക്കെ അതിനുവേണ്ടി നമ്മൾക്ക് ഇങ്ങനെ ആത്മരോഷം കയറും. എന്നാൽ ആ ലോട്ടറി കൊണ്ട് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ജീവിക്കാനുള്ള മാന്യമായ വരുമാനം ഉണ്ടാക്കി ഒരു തട്ട് കട ഞാൻ ഇട്ട് തരാം, ഒരു ചെരുപ്പ് കട ഞാൻ ഇട്ട് തരാം, അല്ലെങ്കിൽ ഒരു ജ്യൂസ് കട ഇട്ട് തരാം എന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയൂ? നമുക്ക് മറ്റുള്ളവരെ വിമർശിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. ഒരു മനുഷ്യൻ നമ്മൾ ഉൾക്കൊള്ളുന്ന ആശയത്തിന്റെ സൽപാന്താവിലൂടെ നടക്കണമെങ്കിൽ ആ നടക്കാൻ പറ്റുന്ന ഒരു പശ്ചാത്തലം എനിക്ക് ഒരുക്കി കൊടുക്കാൻ നമ്മൾ അതിന് തയ്യാറാണോ? ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുള്ളപ്പോഴാണ് ഏതോ ഒരു റനീഷ റഹ്മാൻ ആറ്റുകാൽ പൊങ്കാലൊക്കെ പോയെന്നും പറഞ്ഞ് അവരെ നന്നാക്കാൻ നടക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ളിടത്ത് പോകും, അവർ ഇഷ്ടമുള്ളിടത്ത് തൊഴുതും, അവർക്ക് പള്ളിയിലും പോകും, ചർച്ചിലും പോകും. നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പെണ്ണുപിള്ള മാന്യമായിട്ട് നടക്കുന്നുണ്ടോ? അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളുടെ ബാധ്യത അത് മാത്രമേ ഉള്ളൂ. നിന്റെ കുടുംബം അവർ ധാർമ്മിക നിഷ്ഠയോടുകൂടി പോകുന്നുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കും. അതിന് നീ മറുപടി പറഞ്ഞാൽ മതി. നാട്ടിലുള്ള പെണ്ണുങ്ങളെ മുഴുവൻ ഉടുപ്പിക്കാനും അവരെ നിസ്കരിപ്പിക്കാനും അവരെ ഈ കുളിപ്പിച്ച് കടത്താനൊന്നും നമ്മൾ നടക്കണ്ട. അത് നമ്മുടെ ബാധ്യതയല്ല. അതുകൊണ്ട് ഇത്തരം തോന്നിയ വാസങ്ങൾ മാറുക. ഈ വികാരം എല്ലാവർക്കും വൈകാരികത ഉണ്ടെന്നേ.
എല്ലാവർക്കും ആത്മരോഷമുണ്ട്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റായ കാര്യം കണ്ടാൽ ഒരു യഥാർത്ഥ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആത്മരോഷം ഉണ്ടാകും. പക്ഷെ അത് കമന്റ് ബോക്സിൽ ആ വികാരം തീർക്കാനുള്ളതല്ല. നന്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാന്യമായി നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതിനപ്പുറത്തേക്ക് അവരെ അവഹേളിക്കുക. ഇപ്പൊ എന്തായി? ഒരു ബഹുസ്വര സമൂഹത്തിന് ഇതിൽ ഭിന്നതയുടെ വഴിയായില്ലേ? മുസ്ലിം ഉമ്മത്ത് മുഴുവൻ ഇങ്ങനെയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന അവസ്ഥയിലായില്ലേ? നിങ്ങൾ കുറച്ച് ആങ്ങളമാര്, നിങ്ങൾക്ക് എന്താ പണി? നിങ്ങൾ അതിന് തൊട്ട് മുമ്പ് സിനിമ കണ്ടിട്ടായി കമന്റ് ഇടുന്നത്. അതാ നിങ്ങൾ തൊട്ട് മുമ്പ് ഈ കമന്റ് ഇടുന്ന ഹമുക്കളൊക്കെ പരിപാടി എന്താ? ചിലപ്പോൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, സിനിമയുടെ ക്ലിപ്പ് ഇങ്ങനെ കണ്ട് റോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ പെണ്ണെ കാണുന്നത്. അപ്പൊ 10 മാസമായിട്ട് നീ പൊങ്കാല എടാ, നീ ആദ്യം നന്നാടാ, എന്നിട്ട് നാട്ടുകാരെ മൊത്തം നന്നാക്കുക. ഹിദായത്ത് റബ്ബ് കൊടുക്കാത്തൊരു ഹിദായത്ത് ഒരാൾക്കും കൊടുക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ആരിഫ് ഹുസൈനൊക്കെ പണ്ടേ നന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആരിഫ് ഹുസൈനൊക്കെ പണ്ടേക്ക് നന്നാകില്ലേ? മുസ്ലിം അല്ലാത്ത സഹോദര സമുദായത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ വിശുദ്ധമായി ഖുർആൻ ഓതി മറുപടി കൊടുത്തു. സ്തബ്ധനായി പോയില്ലേ? അവന് നന്നായോ? ഹിദായത്ത് റബ്ബ് കൊടുക്കണം. യഥാർത്ഥ മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അവനവന്റെ സ്വന്തം വിശ്വാസം ഉൾക്കൊള്ളലോടുകൂടി മറ്റുള്ള വിശ്വാസങ്ങൾ അവഹേളിക്കാതെ അവന്റെ പൗരസ്വാതന്ത്ര്യം, അവന്റെ ആരാധന സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കാനാണ് മതേതരത്വം. അല്ലാതെ മുസ്ലിയാർ അമ്പലത്തിൽ ചെല്ലലും അമ്പലത്തിലെ പൂജാരി പള്ളി വരലും പള്ളിയിലച്ചൻ ഈ 2 സ്ഥലത്ത് വരലൊന്നുമല്ല മതേതരത്വം. അത് കാപട്യമാണ്. കാപട്യം. അവനവൻ വിശ്വസിക്കുന്ന വിശ്വാസത്തോട് അവൻ വെള്ളം ചേർക്കലും വഞ്ചന കാണിക്കലുമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ സഹോദര സമുദായത്തിൽപ്പെട്ടവൻ അവന്റെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഒപ്പം നിൽക്കലല്ല, മറിച്ച് എനിക്ക് എന്റെ വിശ്വാസമുണ്ട്. അത്യന്തികമായി അതാണ് സത്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നാൽ അവന്റെ ഓണം വരുമ്പോൾ അവനിക്ക് ഭക്ഷണം, അവന്റെ വസ്ത്രം അവനിക്കില്ല എങ്കിൽ ഞാൻ കൊടുക്കും. ക്രിസ്മസ് വരുമ്പോൾ അവനിക്ക് വസ്ത്രം മേടിക്കാൻ പൈസയില്ല, അവനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പൈസയില്ല, കൊടുക്കും. വിഷു വരുമ്പോഴും കൊടുക്കും. അതാണ് മതേതരത്വം എന്ന് പറഞ്ഞാൽ. അതായത് പരസ്പരം സഹായിക്കാനും സതുപദേശം നടത്താനും ചേർന്ന് നിൽക്കാനും മതം എന്നുള്ളത് ഒരു തടസ്സമാവരുത്. മറിച്ച് മനുഷ്യർക്കൊപ്പം ചേർന്ന് നിൽക്കുമ്പോഴാണ് യഥാർത്ഥ മതവിശ്വാസിയാകുന്നത്. ഇത് വെറും വികാരം. ആരെങ്കിലും തുണി കൊടുത്തോണ്ടാ, നിക്കറിട്ടുണ്ടാ, ഇല്ലെങ്കിൽ ഇടിക്കാൻ നടക്കുന്നത്. ഇത് മതമല്ല, ഇത് ആനക്ക് പൊട്ടുന്ന മതമാണ്. അത് പൊതുസമൂഹത്തിൽ എടുത്തു കഴിഞ്ഞാൽ ആളുകൾ കാക്രിച്ച് കൂട്ടി തുപ്പും. മര്യാദക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കുക, അല്ല അവഹേളിക്കലല്ല. ഏതെങ്കിലും പെണ്ണുങ്ങൾ തട്ടവിട്ടില്ലെങ്കിൽ അവളെ വേശ്യയെന്ന് വിളിക്കും. എത്ര പേരുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തട്ടവിടും, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൾ ഇഷ്ടമുള്ളവരെ ജീവിക്കും. നിനക്ക് പറ്റുമെങ്കിൽ നീ മര്യാദക്ക് അവ ഉപദേശിച്ചു കൊടുക്കുക. അവിടെ ഹൃദയത്തെ സ്വാധീനിക്കാൻ പറ്റുന്ന രൂപത്തിൽ ലളിത സുന്ദരമായി ഊലാലഹു കൗലല്ലീന എന്ന് പറഞ്ഞ പോലെ മാന്യമായ ഭാഷ പറഞ്ഞു കൊടുക്കുക. അല്ല, നിന്നെ ഇവിടെ ആരും നന്നാക്കാനൊന്നും ഇവിടെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അള്ളാഹു നമ്മളെയൊക്കെ ഹിദായത്തിന്റെ വഴിയിൽ ജീവിച്ചു മരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അൻസാരി ഉസ്താദ് ഉണ്ടല്ലോ, ഇത്രയും ദേഷ്യം പിടിച്ചിട്ട് വീഡിയോ ചെയ്തിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ എന്തൊക്കെ ദേഷ്യം പിടിച്ചാലും അൻസാരി ഉസ്താദ് പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, വളരെ കറക്റ്റ് ആണ്, വളരെ കറക്റ്റ്. ഈ സംഭവത്തെ പറ്റി അവർക്കെതിരെ മോശം കമന്റ് ഇടുന്ന ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ, സംഘപരിവാറിന് ആഘോഷിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കൽ തന്നെയാണ്. അവരായി അവരെ പാടായി അവരെന്തെങ്കിലും ചെയ്തോട്ടെ, അങ്ങനെ അങ്ങ് വിചാരിച്ച് തള്ളിക്കളയേണ്ട സംഭവം ഇത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അൻസാരി ഉസ്താദ് പറഞ്ഞതിൽ കൂടുതലും കുറവും ഒന്നും എനിക്ക് പറയാനില്ല. ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ, എല്ലാവരും കുറച്ചുകൂടി ശ്രദ്ധ കാണിക്കുക. അപ്പൊ എന്തായാലും എന്റെ അൻസാരി ഉസ്താദിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാം.